ഹായ് എവ്രി വൺ, എൻ്റെ പേര് നിക്സൺ അബ്രഹാം. ഞാൻ ഐസർ പൂനെയിൽ ന്യൂറോ സയൻസ് ടീച്ചറാണ്. ലെറ്റ് മീ സ്റ്റാർട്ട് ബൈ താങ്കിങ് ദി സ്കൂൾ ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ദിസ് ഇവൻറ്റ് ആൻഡ് കൺഗ്രാജുലേറ്റിംഗ് all students who participated in this fantastic event. This is really a great effort put by all of you and I'm so happy about it. നിങ്ങളുടെ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കാവ്യ ജോസാണ് എന്നോട് ഈ ഇവൻറ്റിനെ കുറിച്ച് പറഞ്ഞത്. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ PhD സ്റ്റുഡൻ്റാണ്. I am not sure how many of you have heard about ISER Pune or in general about ISERs. നമുക്ക് ആകെ 7 ISERs ആണുള്ളത്. അതിലൊന്നാണിത്. ഇത് MHRDയുടെ കീഴിൽ വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ നമുക്ക് +2 കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാവുന്ന ഇൻ്റഗ്രേറ്റഡ് BSMS പ്രോഗ്രാം ഉണ്ട്, പിന്നെ PhD പ്രോഗ്രാംസ് ഉണ്ട്, പിന്നെ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഞങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല പ്രോഗ്രാംസും ചെയ്യാറുണ്ട്. നമ്മുടെ സയൻസ് ആക്ടിവിറ്റി സെൻറ്റർ എല്ലാ ആഴ്ചയും പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടെ കാണാവുന്നതാണ്. ടുഡേ ഐ വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ആൻ എക്സ്പെരിമെൻറ്റ് ദാറ്റ് വി ഡിഡ് ഫ്യൂ മന്ത്സ് ബാക്ക്. നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് അറിയാമല്ലോ. ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? Our eyes, our ears, and then nose, then tongue, and then skin. നമ്മൾ ഈ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡിനെ സെൻസ് ചെയ്യുന്നത്. അതിൽ ഞങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നത് നമ്മുടെ നോസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സെൻസ് ഓർഗൻസ് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കാണാനും നമുക്ക് കേൾക്കാനും നമുക്ക് സ്മെല്ല് ചെയ്യാനൊക്കെ സാധിക്കുന്നു. ഹിയർ യു സീ ദി ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് അവർ ബ്രെയിൻ. സെറിബ്രം ഉണ്ട്, സെറിബൽ ഉണ്ട്, പിന്നെ ബ്രെയിൻ സ്റ്റെം ഉണ്ട്, ആൻഡ് യു ഓൾസോ സീ ഡിഫറെൻറ്റ് കളേഴ്സ്, റൈറ്റ്? ഇപ്പോൾ സെറിബ്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗങ്ങൾ കാണാൻ പറ്റും. അതിൽ ഓരോരോ ഭാഗങ്ങൾ ഓരോരോ ഫങ്ഷന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയാണ്. ഇപ്പം സെറിബൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈക്ലിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് സ്ഥലമാണ്. പിന്നെ ബ്രെയിൻ സ്റ്റെം എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ബ്രെയിൻ സ്റ്റെമ്മിലാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സെറിബ്രത്തിൽ കോർട്ടിക്കൽ ഏരിയാസിൽ ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ സ്മെല്ലിന് വേണ്ടിയിട്ടും നമ്മുടെ കേൾക്കുന്നതിന് വേണ്ടിയിട്ടും ടേസ്റ്റിൻ്റെ അതുപോലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയാസ് കാണാൻ പറ്റും. അവർ ബ്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് 100 billion neurons. Now the interesting question is, how do these neurons talk to each other? This is a very complex process. അപ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനത് വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയാം. വെൻ വൺ ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു ദി സെക്കൻഡ് ന്യൂറോൺ, അവർ തമ്മിൽ ദർ ഷുഡ് ബി എ സിഗ്നലിംഗ് ഹാപ്പനിങ്, റൈറ്റ്? ആ സിഗ്നലിംഗ് നടക്കുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേഷൻ വഴിയാണ്. ഓക്കെ, വി കോൾ ഇറ്റ് ആസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ്. അതെങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂറോൺസിൻ്റെ, അതായത് ബ്രെയിൻ സെൽസിൻ്റെ അകത്തും പുറത്തും എല്ലാം കുറേ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയേൺസ് ഉണ്ട്. ദീസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ആർ ജനറേറ്റഡ് ബിക്കോസ് ഓഫ് ദി ഇൻഫ്ലക്സ് ആൻഡ് ഡിഫ്ലക്സ് ഓഫ് ദീസ് ചാർജ്ഡ് അയേൺസ്. These electrical impulses also cause the release of certain chemicals from the neurons, and these chemicals can then go and bind to the receptors on the second neuron, and then this causes the signaling to be continued in the second neuron.
സോ ഇത് ഞാൻ പറഞ്ഞതൊരു വളരെ സിംപ്ലിഫൈഡ് വേർഷനാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂറോൺസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേഷൻ വഴിയാണ്. ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേഷൻ ചില കെമിക്കലുകൾ ന്യൂറോൺസിൽ നിന്ന് റിലീസ് ചെയ്യിക്കും. ഈ കെമിക്കൽസ് വീണ്ടും പോയി അതിൻ്റെ റിസപ്റ്റേഴ്സുമേ ബൈൻഡ് ചെയ്യുമ്പോൾ, അടുത്ത ന്യൂറോൺസിലുള്ള റിസപ്റ്റേഴ്സുമേ ബൈൻഡ് ചെയ്യുമ്പോൾ ഈ സിഗ്നലിംഗ് കണ്ടിന്യൂ ചെയ്യാണ്. ആൻഡ് ദിസ് വിൽ കോസ് again the action potential generation in the second neuron. Okay, and all these events are happening at the junction between first and second neurons, right? And this junction is called synapses. There are two different types of synapses. One is called chemical synapses and the other one is electrical synapses. Sherrington and Adrian got the Nobel Prize in 1921 for their discoveries related to the functions of neurons. ഇതുവരെ പറഞ്ഞ ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് ഇനി നമുക്ക് ഞങ്ങൾ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്ന് കാണാം. കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19. എല്ലായിടത്തും, ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളുടെ സ്കൂളുകൾ മുടക്കി, ഞങ്ങളുടെ വർക്ക് മുടക്കി, എല്ലാ രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസ്. ഇപ്പം നിങ്ങളിൽ ചിലരെങ്കിലും ഈ വൈറസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്മെല്ലിംഗ് എബിലിറ്റി, മണക്കാനുള്ള ശേഷി നഷ്ടപ്പെടുമെന്ന് വായിച്ചു കാണാം അല്ലെങ്കിൽ കേട്ട് കാണാം. അപ്പം ഞങ്ങൾ ചെയ്ത എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ വൈറസ് ഇൻഫെക്ഷന് ശേഷം നമുക്ക് എത്ര കണ്ട് സ്മെല്ല് ചെയ്യാനുള്ള കഴിവുണ്ടെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ല് ചെയ്യാനുള്ള കഴിവ് എത്ര കണ്ട് പോയി എന്നുള്ള കാര്യം അളക്കുവാനുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ഞങ്ങൾ ഉണ്ടാക്കി. അതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോവിഡ് പേഷ്യൻസിൽ ഉപയോഗിച്ച് ഞങ്ങൾക്കത് ക്വാണ്ടിഫൈ ചെയ്യാൻ സാധിച്ചു. ഞാനിത് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണുള്ളതെന്ന്. അതിൽ ഈ സ്മെല്ല് സെൻസ് ചെയ്യുന്നത് നമ്മുടെ നോസ് വഴിയാണ്. അപ്പോൾ ഈ സ്മെല്ല് പ്രോസസ്സ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്നത് ഓൾഫാക്ടറി സിസ്റ്റം എന്നാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ദർ ആർ ഓർഡർ മോളിക്യൂൾസ്, അതായത് സ്മെല്ലുള്ള മോളിക്യൂൾസ്. ഈ മോളിക്യൂൾസ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അതിലുള്ള ന്യൂറോൺസും ഇരിക്കുന്ന റിസപ്റ്റേഴ്സും ബൈൻഡ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? റിസപ്റ്റേഴ്സും ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ന്യൂറോൺസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് അഥവാ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് കെമിക്കൽ റിലീസ് ഉണ്ടാവും. അങ്ങനെ അത് അടുത്ത സെറ്റ് ഓഫ് ന്യൂറോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ന്യൂറോൺസ് ഇരിക്കുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് റീജിയനാണ്, നമ്മളതിനെ വിളിക്കുന്നത് ഓൾഫാക്ടറി ബൾബ് എന്നാണ്. ഇവിടെ നിന്ന് ഇൻഫർമേഷൻ വിൽ ഫർദർ ഗോ ടു ഹയർ സെൻറ്റേഴ്സ്. അങ്ങനെ അവസാനം വി ക്യാൻ ഗെറ്റ് ദി ഐഡിയ അബൌട്ട് വാട്ട് വി സ്മെൽഡ്. അങ്ങനെയാണ് നമ്മുടെ സെൻസ് ഓഫ് സ്മെല്ല് വർക്ക് ചെയ്യുന്നത്. Now the question is, what happens in COVID-19 patients? There are certain receptors located in certain cell types inside our nose. ഈ വൈറസ് എന്നിട്ട് ഈ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യും. ഈ സെൽസിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സ്മെല്ലിംഗ് ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ന്യൂറോൺസ്, അതായത് ഓൾഫാക്ടറി സെൻസറി ന്യൂറോൺസിൻ്റെ ഫങ്ഷൻസിനെ അത് ബാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആ സ്മെല്ല് ചെയ്യാനുള്ള എബിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. As I said earlier, we have built an instrument to quantify the extent of loss of sense of smell in these patients. This movie explains how the instrument works.
Mainly there are two types of patients: symptomatic patients and asymptomatic patients. Symptomatic patients show different symptoms, and asymptomatic patients, they don't show any symptoms. ഇപ്പം COVID-19 ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈങ് ദീസ് അസിംറ്റമാറ്റിക് പേഷ്യൻസ്. ഞങ്ങളുടെ എക്സ്പെരിമെൻറ്റിൽ ഞങ്ങൾ ചെയ്തത് ബൈ ക്വാണ്ടിഫൈങ് ദി റിഡക്ഷൻ ഇൻ ദ സ്മെല്ലിംഗ് എബിലിറ്റീസ് ഓഫ് COVID-19 patients, we were able to identify asymptomatic COVID-19 patients. ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത COVID-19 പേഷ്യൻസിൽ more than 80% of them, they had problems in their smelling abilities. ഞാനെല്ലാം വളരെ സിംപ്ലിഫൈ ചെയ്താണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഓഫീസ് ഫോൺ നമ്പറിൽ വിളിച്ചാലും മതി. I can explain to you with more details. Let me stop now. Once again, I thank the teachers and the students for organizing such a wonderful event. I wish you all the best. Enjoy your exams and the holidays. Thank you.